2 ദിവസത്തെ സന്ദർശനത്തിന് സ്വീഡനിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആവേശോജ്വല സ്വീകരണം. സ്വീഡൻ പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സൺ വിമാനത്താവളത്തിൽ നേരിട്ടെത്തിയാണ് പ്രധാനമന്ത്രിയെ സ്വീകരിച്ചത്. പ്രതിരോധം, ബഹിരാകാശം, വാണിജ്യം എന്നീ മേഖലകളിൽ സഹകരണം ശക്തമാക്കുന്നതിൽ ഊന്നിയായിരിക്കും സ്വീഡനുമായുള്ള ചർച്ചകൾ. നെതർലൻഡ്സ് സന്ദർശനം പൂർത്തിയാക്കിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡനിലെത്തിയത്. സ്വീഡനിലെ ഗോഥൻബർഗ് വിമാനത്താവളത്തിൽ ആവേശോജ്വല സ്വീകരണമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ചത്. സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സൺ നേരിട്ടെത്തി പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു. സ്വീഡിഷ് പ്രധാനമന്ത്രിയുടെ സ്വീകരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിലൂടെ നന്ദി അറിയിച്ചു. ഭാരത സമൂഹവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കാനെത്തിയിരുന്നു. വൈവിധ്യമാർന്ന കലാപരിപാടികളും പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ ഭാരത സമൂഹം ഒരുക്കിയിരുന്നു. $7.75 ബില്യൺ ഉഭയകക്ഷി വാണിജ്യമാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ നടക്കുന്നത്. ഭാരതത്തിൽ സ്വീഡന്റെ നേരിട്ടുള്ള വിദേശ നിക്ഷേപം $2.83 ബില്യൺ. ഭാരത യൂറോപ്യൻ സ്വതന്ത്ര വ്യാപാര ധാരണ നിലവിൽ വന്നതിന് ശേഷം നടക്കുന്ന പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനം നിർണായകവുമാണ്. യൂറോപ്യൻ റൗണ്ട് ടേബിൾ ഫോർ ഇൻഡസ്ട്രി സമ്മേളനത്തെ ഭാരത സ്വീഡൻ പ്രധാനമന്ത്രിമാർ അഭിസംബോധന ചെയ്യും. യൂറോപ്യൻ യൂണിയൻ അധ്യക്ഷ ഉർസല വോൺ ഡെർ ലയൻ ഉൾപ്പെടെ റൗണ്ട് ടേബിളിനെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. 2018 നേരത്തെ പ്രധാനമന്ത്രി സ്വീഡൻ സന്ദർശിച്ചത്. ന്യൂസ് ഡെസ്ക് ജനം.